ഹയർ സെക്കൻഡറി റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട കേരള PSC നടത്തിയ എക്സാമിൽ റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ. 14ഓളം വിഷയങ്ങളിലായിട്ട് വളരെ വലിയ ലിസ്റ്റുകളാണ് എല്ലാ വിഷയങ്ങൾക്കും ഉള്ളത്. എന്നാൽ ലിസ്റ്റ് വന്ന് 8 മാസം അല്ലെങ്കിൽ 10 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ 10ൽ കൂടുതൽ നിയമനങ്ങൾ നടന്നു എന്ന് പറയുന്ന ലിസ്റ്റ് വളരെ കുറവാണ്. 1-2 വിഷയങ്ങൾ ഒഴികെ ബാക്കി എല്ലാത്തിലും 10ൽ താഴെ മാത്രമേ നിയമനങ്ങൾ നടക്കുന്നുള്ളൂ. ഷോർട്ട് ലിസ്റ്റ് വന്ന സമയം മുതൽ, അതായത് കഴിഞ്ഞ 2023 മെയ് മാസം മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് നിയമനം നടക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റാഫ് ഫിക്സേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നതാണ്. അപ്പം കഴിഞ്ഞ മെയ് മാസം മുതൽ അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും വാക്കാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം അതാണെങ്കിലും ഇങ്ങനെ സ്റ്റാഫ് ഫിക്സേഷൻ നടത്തണം എന്ന് പറഞ്ഞൊരു സർക്കുലർ ഇറങ്ങിയത് 2024 മാർച്ച് 16-ാം തീയതിയാണ്. അതിനു മുന്നേ നവകേരള സദസ്സിലും മറ്റുമായി ഞങ്ങൾ കൊടുത്ത എല്ലാ നിവേദനത്തിലും പറഞ്ഞിരുന്ന കാര്യം നിയമനങ്ങൾ നടക്കണമെങ്കിൽ സ്റ്റാഫ് ഫിക്സേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏകദേശം 1 വർഷമായി ഒരു സ്റ്റാഫ് ഫിക്സേഷൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് റിട്ടയർമെന്റ് ഒഴിവുകൾ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ പുറത്താണ് ഞങ്ങളുടെ അവകാശമായ ഞങ്ങളുടെ ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ന് ഇങ്ങനൊരു ധർണ എന്നൊരു ഫോമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം തുടർന്നുള്ള ഞങ്ങളുടെ നിയമനങ്ങൾ സർക്കാർ ഞങ്ങൾക്ക് വിട്ടുതരുമെന്നും ഞങ്ങളുടെ ജോലി എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു.